കൂട്ടുകാരെ, ആകാംക്ഷഭരിതമായി കേട്ടിരിക്കാൻ പറ്റിയൊരു കഥയാണ്. എന്നാൽ മഹാക്കളുടെ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇത് കേട്ടിരിക്കാനും പറ്റുകയുള്ളൂ. എന്നാൽ ശ്രീനാരായണ ഗുരുസ്വാമിയെ ഇഷ്ടമല്ലാത്തവരായി ഈ കേരളത്തിൽ ആരും തന്നെ കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കായി ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജനനം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ സമാധി വരെയുള്ള കാര്യങ്ങൾ ഈ കഥയിൽ പ്രതിപാദിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജനനം 1856 ചെമ്പഴന്തിയിലായിരുന്നു. അദ്ദേഹം സമാധിയായ വർഷം 1928 അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നടന്നടുക്കുകയാണ് ഈ കഥയിലൂടെ. അപ്പോൾ നമുക്ക് ഈ ആകാംക്ഷഭരിതമായ കഥയിലേക്ക് കടക്കാം. വരൂ എൻ്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങളല്ല, എന്നാലും വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ നടമാടിയിരുന്ന ജാതി ഭ്രഷ്ടുകളും ജാതി പരമായിട്ടുള്ള മതവിദ്വേഷ ശരങ്ങൾ ഏതുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതിനെ തിരുത്തി എഴുതാനും ആ ഒരു കാലഘട്ടത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കുവാനും വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ ജാതി ഭ്രഷ്ടുകളും ജാതിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു നായന്മാർ ആയ സ്ത്രീകൾ ബ്രാഹ്മണന്മാരായ ആൾക്കാരുമായി ബന്ധത്തിലേർപ്പെട്ടാൽ അവർക്ക് ഒരു പഞ്ചഗവ്യ സേവ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുളി കൊണ്ടോ ഒക്കെ അവരെ ശുദ്ധീകരിക്കാൻ സാധിക്കും. എന്നാൽ അവർക്ക് താഴെയുള്ള ഈ ഈഴവരായിട്ടുള്ള ആളുകളും പുലയന്മാരായ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒന്നും അങ്ങനെ ഉള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയായിരുന്നു അക്കാലത്തിൽ കൊടുത്തു വന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നൊരു തൊഴിൽ സമ്പ്രദായമായിരുന്നു ഊഴിയം വേല. ഊഴിയം വേല എന്ന് പറയുന്ന നിർബന്ധിത തൊഴിൽ സമ്പ്രദായത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടാണ് റോഡുകൾ, തോടുകൾ, പാലം, സത്രങ്ങൾ എന്നിവ പണി കഴിപ്പിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അന്ന് കൊടുത്തിരുന്നത് ഭക്ഷണം മാത്രമാണ്. ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ച് ആയിരുന്ന ആ കാലത്ത് ഈ ഊഴിയം വേല എന്ന് പറയുന്ന സമ്പ്രദായം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ആ ഒരു കാലഘട്ടത്തിലാണ് 1856 ശ്രീനാരായണ ഗുരു എന്ന മഹാനായ യോഗിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. അങ്ങനെ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് വയൽവാരം വീട്ടിൽ മാടനാശാൻ എന്ന അധ്യാപകനായ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും 4 മക്കളിൽ ഒരാളായിട്ടാണ്, ഏറ്റവും ഇളയ ആളായിട്ടാണ് ജനിക്കുന്നത്. 4 മക്കളിൽ ഏറ്റവും ഇളയ ആളായിട്ടാണ് ജനിക്കുന്നത്. ആ കാലത്ത് ശ്രീനാരായണ ഗുരു സ്വാമി ജനനത്തോടെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളിൽ ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളും ഈ വിദ്വേഷപരമായിട്ടുള്ള ഭ്രഷ്ടുകളുമൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാട് തീവ്രമായി നടന്നുകൊണ്ടുപോയിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ശ്രീനാരായണ ഗുരു ആദ്യാക്ഷരങ്ങൾ പഠിക്കാൻ നെല്ലൂർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്തു നിന്നാണ്, നെല്ലൂർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുടുപ്പള്ളിക്കുടത്തിൽ നിന്നാണ് ആദ്യാക്ഷരങ്ങൾ അദ്ദേഹം പഠിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ വേണ്ടി കണ്ണങ്കരയിലെ വലിയ കുടുംബമായ കണ്ണങ്കരയിലെ ഗുരുക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയുള്ള ഗുരുക്കൾ അദ്ദേഹത്തിൻ്റെ പഠന വൈഭവവും പഠിക്കാനുള്ള മികവും ഒക്കെ കണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ആ ഗുരുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീനാരായണ ഗുരു വലുതായി കഴിയുമ്പോൾ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാവും. അദ്ദേഹം ലോകാരാധ്യനായ ഒരു ആളായിത്തീരുമെന്ന് അന്നത്തെ കാലത്ത് ആ ആൾക്കാർ പ്രവചിച്ചിരുന്നു, ആ ഗുരുക്കന്മാർ പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനനം ഈ കേരളത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഉള്ളതായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഉപരിപഠനത്തിനായി കുമ്മമ്പള്ളി രാമനാശാൻ്റെ കുടുപ്പള്ളിക്കുടത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് കൂടിയ ജാതിയിലുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പലകകൾ ഇട്ടിട്ടുണ്ട്. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് മെടഞ്ഞ പായ, അതിലും താഴെയുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഓല, മെടഞ്ഞ ഓല, അതാണ് അവിടെ ഇട്ടിരുന്ന സംഭവം. അത് കണ്ട് ശ്രീനാരായണ ഗുരു പോയിരിക്കുന്നത് പലകയുടെ പുറത്താണ്. അപ്പം
കൂടിയ ജാതിയിൽപ്പെട്ട ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളായ കുട്ടികൾ ശ്രീനാരായണ ഗുരുവിനോട് പറയുവാണ്, നീ ഇരിക്കേണ്ടത് ഇവിടെയല്ല, ഏറ്റവും പുറകിൽ കാണുന്ന ആ മെടഞ്ഞ ഓലയിൽ പോയിരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് അവരോടൊന്നും എതിർക്കാനോ തർക്കിക്കാനോ ഒന്നും പോയില്ല. ശ്രീനാരായണ ഗുരു അന്ന് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സ് അങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശാന്ത സ്വഭാവ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് മാറി ആ മെടഞ്ഞ ഓലയിൽ പോയിരിക്കുവാണ്. ആ മെടഞ്ഞ ഓലയിൽ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഈ കുട്ടികളോട് ചോദിക്കുവാണ്, ഞാൻ ശ്വാസം ഇതിലേക്കൂടെ വിടണമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇത് ചോദിച്ചപ്പം കുട്ടികൾക്ക്, കൂടെ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇവർ ഇതെന്താണെന്ന് മനസ്സിലാകാതെ അവർ അവരുടെ ആ ഗുരുക്കളായ രാമൻ പിള്ള ആശാൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുകയാണ്. അപ്പോൾ രാമൻ പിള്ള ആശാൻ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, അതിൽ നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, അത് ഞാൻ ചോദിച്ചോളാം, നിങ്ങളവിടെ പോയിരുന്ന് പഠനം തുടരുക, നിങ്ങൾ പോയി പഠിക്കാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അപ്പം രാമൻ പിള്ള ആശാന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ആ കഴിവുകളും ആ ആളുടെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാമൻ പിള്ള ആശാൻ അന്ന് ആ സമയത്ത് അങ്ങനെ തന്നെ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഉപരിപഠനം അവിടെ പൂർത്തിയാക്കിയതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുകയാണ്. സ്വന്തം വീട്ടിൽ വന്ന് അതിനുശേഷം അവിടെ താഴ്ന്ന സമുദായത്തിലും ജാതിയിലും പെട്ട പുലയന്മാരായ കുട്ടികൾക്കെല്ലാവർക്കും വിദ്യാഭ്യാസം, പഠനങ്ങൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അതുപോലെ അവർക്ക് യോഗ അഭ്യസിക്കാനും അതുപോലെ ഈ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ അറിവ് മെച്ചപ്പെടുത്താൻ വേണ്ടി അവരെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മാടനാശാൻ എന്ന് പറയുന്ന നാണുവിൻ്റെ അച്ഛൻ, ശ്രീനാരായണ ഗുരുവിനെ അക്കാലത്ത് വിളിച്ചിരുന്ന നാണു എന്നാണ്. നാണുവിൻ്റെ അച്ഛൻ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നും ചെല്ലാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അറിയാൻ കാരണം ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞാൽ, നാണുവിനോട് പറഞ്ഞാൽ അദ്ദേഹം അതൊന്നും കേൾക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഉണ്ട്, അതിനനുസരിച്ച് അദ്ദേഹം നിൽക്കത്തുള്ളൂ. ഈ ജാതി സമുദായം അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു രീതിയൊന്നും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിയ മാടനാശാൻ വിചാരിച്ച് അവനെ ഒരു കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണും, അതുകൊണ്ട് ഉടനെ തന്നെ നാണുവിനെ നമുക്കൊരു വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മാടനാശാൻ്റെ സഹോദരിയുടെ പെങ്ങളായ കാളിയെ ആണ് വധുവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഗുരുസ്വാമിയുടെ പെങ്ങളെ വിട്ടുകൊണ്ട് ഒരു പുടവ കൊടുത്ത് വധുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്, ഈ കാളിയെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം അന്നത്തെ കാലത്ത് വരൻ്റെ പെങ്ങൾ പോയി പുടവ കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭാര്യയായിട്ട് അംഗീകരിക്കപ്പെടും. അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമി ഇല്ലാത്ത സമയത്തായിരുന്നു ഇത് നടപ്പിലാക്കിയത്. അതിനുശേഷം ശ്രീനാരായണ ഗുരുസ്വാമി വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് അവിടെ തൻ്റെ ഭാര്യയായിട്ട് കാളിയെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ്. അപ്പം ഇത് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുസ്വാമി അതിനെ എതിർക്കാൻ പോകാതെ ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുസ്വാമി അവിടെ നിന്ന് അപ്രത്യക്ഷനായി പോവുകയാണ്. പോയിട്ട് അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുവാണ്. തിരിച്ചു വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിവാഹം ചെയ്തിട്ടില്ല, എനിക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതൊരു വിവാഹമായിട്ട് കൂട്ടുന്നില്ല, ഒരു കല്യാണമായിട്ട് ഞാനിത് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടുന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം ഏകാന്തവാസത്തിൽ അനുഷ്ഠിക്കുകയും അങ്ങനെ പിള്ളത്തടം ഗുഹയിലൊക്കെ തപസ്സിരിക്കുകയൊക്കെ ചെയ്ത് അതിനൊക്കെ ശേഷം അദ്ദേഹം തിരിച്ച് വരുമ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുസ്വാമി ഈ താഴ്ന്ന ജാതി സമുദായത്തിൽപ്പെട്ട താഴ്ന്ന ആൾക്കാർക്ക് അമ്പലത്തിൽ പോകാനോ ദൈവങ്ങളെ പ്രാർത്ഥിക്കാനോ ഒന്നും ആ കാലത്ത് സാധിക്കത്തില്ലായിരുന്നു. അന്ന് ഇവരെല്ലാവരും ഈ അവർ തന്നെ ഈ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാടനെ മറുതനെയൊക്കെ വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ശ്രീനാരായണ ഗുരുസ്വാമി ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലം
പണിയിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രീനാരായണ ഗുരുസ്വാമി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുവാണ്. അരുവിപ്പുറത്ത് മഹാദേവൻ്റെ പ്രതിഷ്ഠ അമ്പലം പണിയത് അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് ചെല്ലാനും അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഇത് അവിടെ ഒരുക്കുവാണ്. അങ്ങനെ അദ്ദേഹം ഒത്തിരി നന്മ അറിഞ്ഞ കാര്യങ്ങൾ ഈ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മഹത്തരമായ കാര്യങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ടാഗോർ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന്, അങ്ങനെ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിന് മഹാത്മാഗാന്ധിയോട് ആ ഒരു ഭാഷയിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ പരിവർത്തനം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, തർജിമ ചെയ്ത് പറയാൻ വേണ്ടി ഒരു പരിഭാഷകൻ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മഹാത്മാഗാന്ധി അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയെ കണ്ട ആ ഒരു അനുഭവ കഥകൾ അതിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹത്തരമായ കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും പറഞ്ഞ് തീരുന്ന ഒരു ചെറിയ വീഡിയോയിലൊന്നും ഒതുക്കാനോ അല്ല പറഞ്ഞു തീർക്കാനോ ഒന്നും സാധിക്കത്തില്ല. അതിനും മാത്രം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്തരമായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആളായി കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ വരെ അദ്ദേഹം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ സ്റ്റാമ്പിലും ശ്രീനാരായണ ഗുരുസ്വാമി ആണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള കഴിവുകളും അദ്ദേഹത്തിൻ്റെ ശക്തികളെക്കുറിച്ചോ ഒന്നും ആർക്കും ഒരിക്കലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനോ ഒന്നും ഒരിക്കലും സാധിക്കത്തില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ദൂരെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്നവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലോ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിൻ്റെയോ ടെക്നോളജിയുടെയോ ഇൻ്റർനെറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം അത്രയും ദൂരെ ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് വരെ അദ്ദേഹത്തിന് അവരുടെ മനസ്സിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ദൂരെ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കി അത് പറയാനും പ്രവചിക്കാനും അതിനെ തിരുത്താനും ഒക്കെ കഴിവുള്ളൊരു ശക്തനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമി. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇന്നും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള മഹത്തരമായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഈ ജാതിക്കെതിരെയുള്ള ശക്തമായ ജാതിക്കെതിരെ നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പൊരുതിയത് ഒക്കെ ജീവിതത്തിലെ ഒരു ആൾക്കും ഇന്നത്തെ തലമുറക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്കോ ഒരിക്കലും ചിന്തിക്കാനോ ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ശക്തിയും കഴിവും സാധാരണ ഒരു വ്യക്തിയുടേതല്ല. ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് തുല്യമാണ്. ദൈവമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരുസ്വാമി അന്നത്തെ കാലത്ത് ഈ മതത്തിൻ്റെയും ഈ വർഗീയതയുടെയും എതിർത്ത് പറഞ്ഞത് ഇന്ന് നമ്മൾക്കെല്ലാവർക്കും സ്വതന്ത്രമായിട്ട് നടക്കാനും വസ്ത്രങ്ങൾ ധരിക്കാനും സമൂഹത്തിൽ ഒരു നിലയും അഭിമാനവും ഉണ്ടാക്കാനും നമുക്ക് ജീവിതത്തിൽ നല്ല ജോലി, നല്ല ഉന്നതങ്ങളിലെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് തോൽപ്പിച്ച ആ ഒരു മഹാനായ വ്യക്തിയെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളും ഉറച്ച വിശ്വാസങ്ങളും എപ്പോഴും ശക്തിയുള്ളത് തന്നെയായിരുന്നു. അതിനിന്നും ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം മൂല്യവും സ്ഥാനവും എപ്പോഴും നിലനിൽക്കും. ഇന്ന് മാത്രമല്ല, ഇനി അത് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ശ്രീനാരായണ ഗുരുസ്വാമിയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റു വ്യക്തികൾ പറഞ്ഞ് ആണെങ്കിലും എല്ലാ ആൾക്കാരുടെയും മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് മാറുന്നതാണ്. അന്ന് ഇന്നത്തെ പോലെ ഫോണിൽ പകർത്താനോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ഫോണിലോ ഒന്നും ഇല്ല. കാരണം അന്ന് അതൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. പക്ഷേ അന്ന്
അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ശക്തമായിട്ടുള്ള ഈ ജാതിയോടുള്ള ജാതി വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളും എല്ലാം വിവരിച്ചുകൊണ്ട് ഓരോ ചരിത്രകാരന്മാരും അവരവരുടെ പുസ്തകങ്ങളിലും അതുപോലെ ഗ്രന്ഥങ്ങളിലും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അല്ലാത്ത വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്നുമൊക്കെ നമുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാലും നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കടലിൻ്റെ ആഴം പോലെയും ഒരു കടലിൻ്റെ നീളം പോലെ അതിൻ്റെ ഒരു വലിപ്പം, ഒരു വീതി വിസ്തൃതി ഉണ്ടല്ലോ, അതിൻ്റെ വലിപ്പം, ആ ഒരു വലിപ്പം പോലെ നമുക്ക് അതിനെ ഇറങ്ങിച്ചെന്ന് അതിനെ മൊത്തത്തിൽ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഒരിക്കലും സാധിക്കില്ല. അത് ഗ്രഹിക്കാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ, അറിയാൻ പോകുന്ന കാര്യങ്ങൾ, അറിഞ്ഞിട്ടുള്ള മുമ്പത്തെ പഴയ കാര്യങ്ങൾ, അതെല്ലാം ഒരു വലിയൊരു സമുദ്രത്തിനോട് തന്നെ നമുക്ക് ഉപമിക്കാൻ സാധിക്കും. കാരണം ഒരു സമുദ്രത്തെ ഒരിക്കലും പൂർണ്ണമായിട്ട് ആർക്കും അതിൽ ജലത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ എടുക്കാനോ സാധിക്കത്തില്ല. എന്നാലും നമുക്ക് ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് എടുക്കാനും കഴിയും. എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയത്തില്ലെന്ന് പറയുന്നത് മാതിരി ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും പൂർണ്ണമായിട്ട് അതിനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാലും അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളതും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് ജീവിതത്തിന് എപ്പോഴും നമ്മുടെ വരും തലമുറകൾക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന അറിവുകളും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുസ്വാമിക്ക് അസുഖങ്ങൾ വന്ന് അപ്പം രോഗങ്ങൾ വരത്തില്ലെന്നൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അപ്പം ശ്രീനാരായണ ഗുരുവിന് രോഗം വന്ന് അങ്ങനെ കിടക്കുന്ന സമയത്ത്, അസുഖങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം പോയി ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചപ്പം ശ്രീനാരായണ ഗുരു ഇങ്ങനെയാണ് പറഞ്ഞത് ആ ടൈമിന്, എനിക്ക് രോഗങ്ങൾ വരും, ഞാനും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മരണപ്പെടുന്നത് 1928 അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവദശകം ചൊല്ലാൻ വേണ്ടിയാണ്. അദ്ദേഹം എഴുതിയതാണ് ഈ ദൈവദശകമോതല്ല. അപ്പോൾ അത് ചൊല്ലാൻ വേണ്ടിയാണ് പറയുന്നത്. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണടയും അദ്ദേഹം മരണപ്പെടുകയും സമാധിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്രക്ക് വലിയ മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത് ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുസ്വാമി. നമ്മളുടെ മനസ്സിനെ പോലും പരിവർത്തനപ്പെടുത്താനും അത് ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലുള്ള വ്യക്തികൾക്ക് വരെ മാറ്റങ്ങൾ വരുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യരുടെ മനസ്സിനെ മാറ്റാനും അവരെ നേരെ വഴിയിലൂടെ നയിക്കാനും അവർക്ക് നല്ല ചിന്തകൾ നിറക്കാനും എല്ലാം ശ്രീനാരായണ ഗുരുസ്വാമിയെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല. അമാനുഷികമായ പല കഴിവുകളും ഉള്ളൊരു ആളായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും തീവ്രതയും വ്യക്തതയും ശക്തമായ ഉദ്ദേശവും ഉണ്ടായിരുന്നു. ആ ഉദ്ദേശവും ലക്ഷ്യങ്ങളും ഒക്കെ ഇന്ന് നമ്മളുടെ വരും തലമുറക്കും ഇന്ന് ഉള്ള നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നും ജാതി പരമായിട്ട് ചിന്തിക്കുന്നവരും വലിയ ജാതി ചെറിയ ജാതി എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിർക്കുന്ന ആൾക്കാരും വ്യക്തികളും ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ. ജാതിക്കും മതത്തിനും പേരിൽ ഇന്നും ഇവിടെ പല പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങളെ എല്ലാം നിയന്ത്രിക്കാനും ഇപ്പോഴും ശ്രീനാരായണ ഗുരു എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കും ആ വാക്കുകൾക്കും ഒക്കെ ഇന്നും സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ട് ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അതിനെ തിരുത്തി മാറ്റാനുള്ള ശക്തി മനുഷ്യ മനസ്സിൽ
നിറക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയും വരുന്ന തലമുറകൾക്കും അങ്ങനെയുള്ള ജാതിപരമായിട്ട് ഒരാളെ നോക്കുകയോ അല്ലെങ്കിൽ അത് ജാതി മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമൂഹത്തിന് എപ്പോഴും ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രകടനത്തിൽ അവരുടെ ആ ഒരു ജാതിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ഭ്രാന്തമായ വിശ്വാസം അതിനെ തകർക്കാൻ എപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ എഴുതി വെച്ച വാക്കുകൾക്ക്, പുസ്തകങ്ങൾക്ക്, ആ കാര്യങ്ങൾക്കൊക്കെ ഇന്നും സാധിക്കും. അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുക. അദ്ദേഹം ജാതിപരമായിട്ടല്ല ഒരാളെ കണ്ടിരുന്നത്. അദ്ദേഹം ഒരാൾക്കാർക്കും അറിവ് പകർന്നു കൊടുത്ത് ആ ആളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഗുരുദേവൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ജാതിയും ഒന്ന് തന്നെയാണ്, ദൈവം ഒന്നേ ഉള്ളെന്നാണ് ഗുരുസ്വാമി പറഞ്ഞിട്ടുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അങ്ങനെയാണ് ഗുരുസ്വാമിയുടെ ആ ഒരു തത്വം. എന്ന് വെച്ചാൽ ദൈവം എല്ലാവർക്കും ഒരാളേ ഉള്ളു. മനുഷ്യർ ആണ് മതം ഉണ്ടാക്കിയത്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവത്തിനെ ഓരോ ആൾക്കാർക്കും ഉദ്ദേശിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന ദൈവമൊന്നും അങ്ങനെ മാറ്റി നിർത്താനോ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം എല്ലാവർക്കും ദൈവത്തിനെ പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും ദൈവത്തിൽ വിശ്വസിക്കാനുള്ള മനസ്സും ഉണ്ടാകണം. ഇതിന് വേണ്ടി മാത്രമാണ് ശ്രീനാരായണ ഗുരുസ്വാമി പരിശ്രമിച്ചതും അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം നിലകൊണ്ട് ആ തീരുമാനങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയുടെ പിൻബലത്തിൽ മാത്രമാണ്. ദൈവം തന്നെയാണ് അദ്ദേഹം, ശ്രീനാരായണ ഗുരു തന്നെയാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ആ ഒരു വാക്കുകളാണ് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ടത്. മനുഷ്യരുടെ മനസ്സിനെ മാറ്റപ്പെടുത്താൻ, പരിവർത്തനപ്പെടുത്താൻ ഒക്കെ ഗുരുസ്വാമിയുടെ ആ ഒരു വാക്കുകൾക്ക് എപ്പോഴും ശക്തി ഉണ്ടായിരിക്കുന്നതാണ്. ആ വാക്കുകൾക്ക് എപ്പോഴും മഹത്വവും ഊർജവും എന്നും കാലങ്ങൾ എത്ര വർഷങ്ങൾ പിന്നിട്ടാലും അതെല്ലാം എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യനായ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ചരിത്രങ്ങൾ ഇന്നത്തെ തലമുറക്ക് എല്ലാവർക്കും പൂർണ്ണമായ രീതിയിൽ അറിവ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓരോ ആൾക്കാർക്കും അറിയാവുന്ന എത്ര അറിവുകളുണ്ട്, അവർക്ക് അതിനെക്കുറിച്ച് എന്തോരം അറിയാമെന്നുള്ളത് വെച്ചിട്ട് അത് മറ്റു തലമുറകൾക്കും വരുന്ന ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈ അറിവ് ഒരിക്കലും നശിച്ചു പോകത്തില്ല. ജീവിതത്തിൽ ഈ ലോകം എത്രത്തോളം മുമ്പോട്ട് പോയാലും, എത്ര വർഷങ്ങൾ, എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞു പോയാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്നും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന, നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് ഈ ഗുരുസ്വാമിയെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ജന്മം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മൾ അദ്ദേഹത്തെ എപ്രകാരം കാണുന്നത്, നമ്മളുടെ മനസ്സിൽ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം, ആ മൂല്യം, അവനവൻ്റെ മനസ്സിൽ ആ സങ്കല്പം, അതെല്ലാം വരും തലമുറകൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും അറിവ് വർദ്ധിക്കുന്നത് നമ്മളുടെ അറിവ് നമ്മളിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് ആ അറിവ് ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ആ അറിവ് അവിടെ കൊണ്ട് നശിച്ചു പോവുകയാണ്. ആ അറിവ് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. നമുക്കെന്താണ് നമ്മുടെ മനസ്സിലുള്ളത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, അത് മറ്റു ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറിവ് അത് ഒരിക്കലും തീർന്നു പോകുമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ഈ സമുദ്രം ഒത്തിരി വലുതാണ്. അതിനകത്ത് നിന്ന് എത്ര ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർ എന്തോരം ജലം എടുത്താലും അല്ലെങ്കിൽ എന്തോരം അതിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയാലും അതിനകത്തുള്ളത് ഒരിക്കലും തീർന്നു പോകത്തില്ല. അത് പിന്നെയും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെയല്ലേ തിരമാലകൾ. ഓരോ തിരമാലകളും വളരെ ശക്തമായിട്ടാണ് കരയിലേക്ക് വരുന്നത്. ആ കരയിലേക്ക് വരുന്ന ആ തിരമാലകൾക്ക് വളരെ ശക്തിയും തീവ്രതയും ഉണ്ട്. ആ തീവ്രമായ തിരമാലകളുടെ ആ ഒരു അലയടികളെ സഹിക്കാനുള്ള
ആ ഒരു ക്ഷമതയും കഴിവും ആ കരക്കുമുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു പ്രകൃതിയുടെ ആ സ്നേഹവും സത്യവും സ്ഥാനവും ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു മൂല്യമേറിയ ഒരു സംഭവങ്ങൾ തന്നെയായിട്ട് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. സൂര്യൻ്റെ പ്രകാശം അത് ഭൂമിയിൽ എത്ര ഇരുട്ടടഞ്ഞ സ്ഥലത്തും അതിൻ്റെ വെട്ടം എത്താതിരിക്കത്തില്ല. എല്ലായിടവും ആ സൂര്യപ്രകാശം എത്തും. സൂര്യൻ്റെ വെളിച്ചം ഒരിക്കലും തീരത്തുമില്ല, ഒരിക്കലും അവസാനിക്കത്തുമില്ല, അത് ഒരിക്കലും കെട്ടുപോകത്തുമില്ല. അതുപോലെയാണ് നമ്മൾ നേടുന്ന അറിവുകൾ. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളെ പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് നമ്മൾ വിദ്യ പഠിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ മോശമായ ലക്ഷ്യത്തോടെ നമ്മൾ എന്ത് വിദ്യ ആർജിക്കാൻ നോക്കിയാലും അത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ മറന്നു പോവുക തന്നെ ചെയ്യും. അതൊരു പ്രകൃതിയുടെ ഒരു രീതിയാണത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വിദ്യ അഭ്യസിക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ മറ്റു വ്യക്തികൾക്ക് നന്മ വരുത്താനും മറ്റു വ്യക്തികൾക്ക് പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നന്മ വരുന്ന കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ നമ്മുടെ ബുദ്ധിയെയും കഴിവിനെയും ഉപയോഗിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ഒരാളെ ദ്രോഹിക്കാനോ ഒരു ദുഷ്ടകാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവരവും നമ്മൾ തിരിച്ചു വിടുവാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല ഒരിക്കലും. അത് ശാശ്വതമായി നമ്മുടെ കൂടെ നിൽക്കത്തുമില്ല. ആ ബുദ്ധിയും ആ കഴിവും നമ്മളെ വിട്ടു പോകും. നമുക്ക് ശാശ്വതമായ സമാധാനവും മനസ്സിന് ശാന്തതയും കൈവരണമെങ്കിൽ അന്ന് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ഇന്നത്തെ തലമുറ അത് പ്രാവർത്തികമാക്കാനും അത് മനസ്സിലാക്കി അതിനെ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. ഓരോ വ്യക്തിക്കും ദൈവം പലതരത്തിൽ കഴിവുകളും അവൻ്റെ മനസ്സിൻ്റെ ബലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബലം എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾക്കുള്ളിലാണ് ദൈവം ഉള്ളത്. എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട്. എന്നാലും മനുഷ്യർ ചിന്തകളെ മാറ്റിയെടുത്ത് അതിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് പൈശാചികമായ ചിന്തകളെ വർദ്ധിപ്പിച്ച് ദൈവത്തിനെ നമ്മുടെ മനസ്സിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ പൈശാചികപരമായിട്ടുള്ള ശക്തിയെയും ആ ഊർജത്തെയും നമ്മൾ തേടിപ്പോകുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരിക്കലും ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നൽകത്തില്ലെന്നുള്ളത് നിങ്ങളെല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. ജീവിതത്തിലെ ശാന്തി സമാധാനം എല്ലാം കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് എന്തിലെങ്കിലൊക്കെ അർപ്പണ മനോഭാവവും പൂർണ്ണമായ വിശ്വാസവും വേണം. നമുക്കിപ്പോൾ ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയോ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ആളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരാളും വിശ്വസിക്കത്തില്ല ഇന്നത്തെ ഈ സമൂഹത്തിൽ. കാരണം ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെ ചതിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ആരിലും വിശ്വാസം അർപ്പിക്കാൻ ആർക്കും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവമായി ആൾക്കാർ വിശ്വസിച്ചിരുന്ന ആൾക്കാർ കണ്ടിരുന്ന ഇതുപോലുള്ള ദൈവങ്ങളെയും വിശ്വസിക്കണം. ശ്രീനാരായണ ഗുരുസ്വാമിയോടുള്ള വിശ്വാസം നമ്മളെ പോലുള്ള ജനങ്ങളുടെ മനസ്സിൽ നിറക്കുമ്പോൾ അത് നിറയുമ്പോഴത്തേക്ക് നമ്മളുടെ ജീവിതത്തിന് എത്രത്തോളം ശാന്തി ലഭിക്കും, അത് നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കാനും നമുക്ക് മനോധൈര്യവും ബലവും തരാനും അതുപോലെ നമുക്ക് ഈ ജാതി വ്യവസ്ഥയിൽ നിന്നും അത് മതത്തിൻ്റെ രീതിയിൽ നിന്നും ഒരു മനുഷ്യനെ അകറ്റി നിർത്തുന്നതിലൊക്കെ വ്യത്യാസം വരുത്താനൊക്കെ നമുക്ക് സാധിക്കും. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പം മനുഷ്യരെ തിരിച്ചറിയുക, മനുഷ്യരുടെ മൂല്യങ്ങളും മനുഷ്യരുടെ കഴിവുകളും എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഒരിക്കലും മൃഗങ്ങളെപ്പോലെ ചിന്തിക്കാതെ മനുഷ്യരായിട്ട് തന്നെ ജീവിക്കാനും ഒക്കെ ശ്രമിക്കണം. അതിനുവേണ്ടിയൊക്കെ ഒത്തിരി പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗുരുദേവൻ്റെ ബുക്കുകൾ വായിക്കുക, ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യർക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മാതൃകയായാൽ മാത്രമേ നമ്മളെ നാളെ ആരെങ്കിലും ഒരാളെങ്കിലും ഓർത്തിരിക്കത്തുള്ളൂ. നമ്മൾ നല്ല ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഓർത്തിരിക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും കാണും. നമ്മൾ ദുഷ്ടകരമായിട്ടുള്ള ചിന്തകളും നീചമായിട്ടുള്ള പ്രവൃത്തികളും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെ ആരും ഓർത്തിരിക്കത്തില്ല. നമ്മുടെ ജീവിതം നമ്മൾ നല്ലവനായിട്ട് മുമ്പോട്ട് പോയി ജീവിച്ച് കാണിക്കണോ അതോ നമ്മൾ
നമ്മളെ തന്നെ ഒരു നീചനോ അല്ലെങ്കിൽ ദുഷ്ടനോ ആക്കി മാറ്റിയെടുത്തിട്ട് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഒരു പാപിയാക്കി മാറ്റണമെന്ന് ഓരോ വ്യക്തിക്കും തന്നിൽ തന്നെ ചിന്തിച്ച് നോക്കാം. അങ്ങനെ തന്നിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഉത്തരവും കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഒത്തൊരുമയോടെ പോകാൻ നോക്കുക. ജീവിതത്തിൽ സമാധാനം ശാന്തതയും കൈവരിക്കണമെങ്കിൽ എന്നും മതവും ജാതിയും പറഞ്ഞ് ആരും തമ്മിലടിക്കാതെ എല്ലാ വ്യക്തികളും എന്നും മനുഷ്യരായി ജീവിക്കുക, മനുഷ്യരായി എല്ലാവരെയും സ്നേഹിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റു വ്യക്തികളുടെ മനസ്സിൽ എപ്പോഴും ഒരു മൂല്യവും അംഗീകാരവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും. ഒന്നും നമുക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചാൽ നമ്മളെ തേടി അതെല്ലാം വരുന്ന സമയവും നമ്മളിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കത്തില്ല. നമ്മൾ നന്മകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ജീവിത വിജയം ലഭിക്കാതെ പോകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശ്രീനാരായണ ഗുരുസ്വാമിയെ വിശ്വസിക്കുക, അദ്ദേഹത്തിൻ്റെ മഹത്തരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്രയും ഗുരുസ്വാമിയെക്കുറിച്ച് എനിക്ക് പറയാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് പറയാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് വലിയ അറിവുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരമൊന്നും ഇല്ല. ഞാനൊരു സാധാരണ വ്യക്തി തന്നെയാണ്. അപ്പം നമ്മൾ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരെ മനസ്സിലാക്കുക, അതിലാണ് ലോകത്തിൻ്റെ സമാധാനം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ.